ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന ഒരവസ്ഥയാണ് ഈ പ്രമേഹം. ഇതൊരു ജീവിതശൈലി രോഗമാണ്. ഇന്ന് ഭൂരിഭാഗം ആളുകളിലും ഈ ഒരു അസുഖമുണ്ട്. പ്രധാനമായിട്ടും അവരുടെ ഭക്ഷണ രീതികളാണ്. തെറ്റായ ഭക്ഷണ രീതി, വ്യായാമമില്ലാത്ത, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പല ലക്ഷണങ്ങളും നമുക്ക് ഈ ഡയബറ്റീസ് മൂലം നമ്മുടെ ശരീരം കാണിച്ചു തരും. ഇതിൽ തൊലിപ്പുറത്തുണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ സ്കിന്ന് നോക്കുമ്പോൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അതായത് ഒരു സ്കെയിൽസ് പോലെ, ഒരു വെള്ളമില്ലാത്തൊരവസ്ഥ, ഭയങ്കര ഡ്രൈനെസ് പോലെ തോന്നും. പിന്നെ അത് കാരണം നമുക്ക് ഇച്ചിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. പ്രധാനമായിട്ടും രാത്രി കാലങ്ങളിലൊക്കെ ആയിരിക്കും ഭയങ്കര ചൊറിച്ചിലായിട്ടുണ്ടാവുക. അതായത് അവരുടെ ബോഡിയിൽ വെള്ളമില്ലാത്തൊരവസ്ഥ പോലെ അങ്ങനെ ഡ്രൈനെസ് രൂപപ്പെടാം. മറ്റൊന്നാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം, അതായത് ചില ഏരിയാസിൽ നെക്കിൽ, അല്ലെങ്കിൽ കൈകാലുകളിൽ, അല്ലെങ്കിൽ എൽബോസിൽ, തൈസിൽ, ഇത്തരം ഏരിയാസിലൊക്കെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ വരിക, അല്ലെങ്കിൽ കറുത്ത പാടുകളായിട്ട് വരിക. മറ്റൊരു ലക്ഷണമാണ് സ്കിൻ ടാഗ്സ്, അതായത് തൊലിപ്പുറത്ത് നിന്ന് ഒരു ദശ പോലെ ഇങ്ങനെ വളർന്നു കിടക്കുന്നതാണ് സ്കിൻ ടാഗ്സ്. ഇതും ഒരു പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ്. മറ്റൊന്നാണ് ഇറപ്റ്റീസ് ആൻഡോമെറ്റോസിസ്, അതായത് ചർമ്മത്തിൻ്റെ പുറത്ത് മുഴുവൻ ഒരു കുരുക്കൾ, അല്ലെങ്കിൽ റെഡ് കളർ, പിമ്പിൾസ് പോലെ റെഡ് കളറായിട്ട് രൂപപ്പെടും. ഇതൊരു ജസ്റ്റ് കുരുവാണ്, ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഉണ്ടാവില്ല, പക്ഷേ റെഡ് കുരുക്കളായിട്ട് ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണപ്പെടുന്നു. മറ്റൊന്നാണ് ഡയബറ്റിക് ഡെർമോപ്പതി. ഡയബറ്റിക് ഡെർമോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഷിൻ സ്പോട്സ് എന്ന് പറയും. അതായത് ഒരു പ്രമേഹ രോഗീൻ്റെ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ കുഴി പോലെ കാണും. അതായത് ഒരു സർഫസ് ഇങ്ങനെ കുഴിഞ്ഞ പോലെ ഇരിക്കുന്നു. മറ്റൊരു ലക്ഷണമാണ് സ്കിന്ന് ഭയങ്കര ഹാർഡായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ കട്ടി പോലെ. ഒരു ബോർഡിൻ്റെ മുകളിൽ നമ്മൾ ടച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ഹാർഡായിട്ടിരിക്കുന്ന, ഹാർഡ് തിക്കൻഡ് സ്കിൻ എന്ന് പറയും. എസ്പെഷ്യലി ഇത് കാലിൻ്റെ എൻഡിലോട്ട്, കാൽ ഭാഗങ്ങളിലേക്കൊക്കെയാണ് പ്രധാനമായിട്ടും കാണുക. അതിനെയാണ് ഡിജിറ്റൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പ്രമേഹ രോഗികൾക്ക് ആ ഏരിയയിലേക്കുള്ള സെൻസേഷൻ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരെ ഈ ഗ്ലൂക്കോസ് കൂടിയത് കാരണം അവർ ഏരിയയിലുള്ള നെർവ് ഫൈബേഴ്സ് ഒക്കെ വീക്ക് ആയിട്ടുണ്ടാവും. അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയത് കൊണ്ട് ആ ഒരു ഏരിയയിലേക്ക് സെൻസേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പം ആ സെൻസേഷൻ ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെൻസേഷൻ ഇല്ലാത്തപ്പോൾ ആ മുറിവ് അവിടെ ഉണങ്ങാതെ നിൽക്കുകയും അത് ഡയബറ്റിക് അൾസറിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെ വരുന്നതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം. ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ അതായത് ആ നെർവ് ഫൈബേഴ്സ് വീക്ക് ആവുന്ന, അതേക്ക് സെൻസേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞു. ഇത്തരം ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. അപ്പം അതിലൂടെ നമ്മളെ ഞരമ്പുകൾ എത്രത്തോളം വർക്കിംഗ് ആണ്, അത് പ്രോപ്പറായി ഫങ്ഷനിങ് ആണോ, അതിലേക്ക് സെൻസേഷൻ ഉണ്ടോ, അതിലേക്ക് സിഗ്നൽസ് എത്തുന്നുണ്ടോ എന്നൊക്കെ ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാം. മറ്റൊന്നാണ് ഞാൻ പറഞ്ഞു ഡയബറ്റിക് അൾസറിലേക്ക് ലീഡ് ചെയ്യും. അതായത് രക്തക്കുഴലിലൊക്കെ ബ്ലോക്ക് വന്നിട്ട് അവിടേക്ക് മുറിവ് ഉണങ്ങാതെ അങ്ങനെ അൾസറിലേക്കും ലീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഈ വെസൽസ് ഒക്കെ കറക്റ്റ് ആണോ, നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോപ്ലർ സ്റ്റഡിയിലൂടെയും മനസ്സിലാക്കാം. ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളാണ് നമ്മൾ തൊലിപ്പുറത്ത്, അതായത് സ്കിന്നിൻ്റെ പുറത്ത് കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ പലർക്കും ഉള്ള ഒരു പലരും ചോദിക്കുന്നതാണ്, നമ്മൾ കാലങ്ങളായിട്ട് മെഡിസിൻ എടുക്കണോ, അല്ലെങ്കിൽ മെഡിസിനിലൂടെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ, അതോ ഭക്ഷണം കഴിക്കണോ, ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവും. വൺസ് എ ഡയബറ്റിക് ഇസ് ഓൾവേസ് എ ഡയബറ്റിക് എന്ന് വെച്ചാൽ അവർ ചോദിക്കും, ഇത് മാറ്റാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഇതുമൂലം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, ഇങ്ങനെ പല സംശയങ്ങളും രോഗികൾ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ചിട്ടയായ ഒരു ഭക്ഷണ രീതി ഇതിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പല അസുഖങ്ങളും ഈ ഒരു അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഡയറ്റ് എന്ന് നോക്കാം. അതായത് ഈ